ഹലോ ഗൈസ്, ഞായറാഴ്ചയായിട്ട് എന്താ സ്പെഷ്യൽ? നല്ല കുരുമുളകിട്ട് വരട്ടിയെടുത്ത നല്ല നാടൻ രീതിയിലുള്ള ബോട്ടി വരട്ടിയതാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ബോട്ടി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 3-4 പച്ചമുളക്, ഒരു 1.5 സവാള നീളത്തിൽ എരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം. ഒരു 30 സെക്കൻഡ് നല്ല പോലെ ഒന്ന് തിരുമ്മി കൊടുത്തതിന് ശേഷം കുക്കറിൽ ഒരു 8-10 വിസിൽ വേണം കേട്ടോ. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് അതിനകത്തോട്ടൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ചെറിയ ജീരകം, വലിയ ജീരകം, 2 കഷ്ണം പട്ട, 2 ഏലക്കായ, ഒരു 3-4 ഗ്രാമ്പു എല്ലാം കൂടെ വറുത്ത് അതൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും, പിന്നെ ഒരു പിടി ഏകദേശം ഒരു 10-15 ചെറിയ ഉള്ളി അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ ചെറിയ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് ഒരു 1.5 സവാള കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർക്കാം. എല്ലാം കൂടെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരണം. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. ഈ സമയത്ത് വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കരുത്. അതിനുശേഷം നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബോട്ടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ അതിനകത്തൊക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വരട്ടിയെടുക്കണം. വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വരണം. വറ്റി വരുന്ന ആ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ മസാലയുടെ കൂട്ടുണ്ടല്ലോ, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് നമുക്ക് അങ്ങോട്ട് വരട്ടിയെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. മാത്രമല്ല ആ ഒരു ചെറിയ ജീരകത്തിൻ്റെയൊക്കെ ആ സ്മെല്ലും കൂടി വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. തനി നാടൻ രീതിയിലാണ്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുത്താലും നമ്മുടെ കിഡിലൻ ബോട്ടി വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റാ.